മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ജയിച്ചു കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞാലേ നിങ്ങൾ ജീവിച്ചു എന്നറിയൂ. മറ്റുള്ളവർ പ്രചോദനം മാത്രമാണ്, പ്രവൃത്തി നിങ്ങളുടേത് മാത്രവും. കാണുമ്പോൾ ചിരിക്കുന്ന മുഖങ്ങളല്ല, കാണാതിരിക്കുമ്പോൾ തിരക്കി വരുന്നവരാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവർ. ഒരു മനുഷ്യൻ കടപ്പാടുകളുടെ ബന്ധനങ്ങളിൽ വീണു പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും വിജയങ്ങളുടെ ഉയരങ്ങളിലേക്ക് പറക്കാനാകാതെ നിസ്സഹായനായി നിൽക്കേണ്ടി വരുന്നത്. ഭക്തരെ, പുറമേ കാണിക്കാത്ത സ്നേഹം, ചെലവഴിക്കപ്പെടാത്ത പണം, പകർന്നു കൊടുക്കാത്ത അറിവ്, പരിപോഷിപ്പിക്കാത്ത കഴിവ്, കരുണയില്ലാത്ത മനസ്സ്, ഉറവയില്ലാത്ത കിണർ, സ്നേഹമില്ലാത്ത മക്കൾ, ഇവയെല്ലാം ഒരുപോലെയാണ്. ഇവ കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത് ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ശക്തിയെ പുറത്തെടുക്കാനുള്ള മാർഗമാണെന്ന് മനസ്സിലാക്കുക. ബന്ധങ്ങളുടെ വേരുകൾ ശക്തമാണെങ്കിൽ അകലം ഒരു പ്രശ്നമേയല്ല. കടപ്പാടും കഷ്ടപ്പാടും തീർന്ന് ജീവിക്കാൻ ശ്രമിക്കരുത്. ജീവിക്കാൻ മറന്നു പോകും. ഭക്തരെ, നിങ്ങളെ നിരസിച്ചവരോട് ദേഷ്യം തോന്നരുത്. അവർ നിങ്ങളോടൊപ്പം ഉണ്ടാകാൻ യോഗ്യരല്ല എന്ന് കരുതുക. മനുഷ്യർ തിരക്കിലാവുക എന്നത് സ്വാഭാവികമാണ്. തിരക്കിനിടയിലും തിരക്കി വരുന്ന മനുഷ്യരുണ്ടാവുക എന്നത് ഭാഗ്യവുമാണ്. ഭക്തരെ, പുറമേ നിന്ന് വിലയിരുത്താൻ എളുപ്പമാണ്. എന്നാൽ ചില വേദനകളുടെ ആഴം അത് അനുഭവിച്ചവരുടേതു മാത്രമാണ്. കുടുംബത്തിനു വേണ്ടി സ്വന്തം ജീവിതം മറന്നുപോയ ഒരുപാട് പേരുണ്ട്. ഈ ത്യാഗം സൗകര്യപൂർവ്വം മറക്കാനാണ് പലർക്കും ഇഷ്ടം. അതുകൊണ്ട് അവനവന് വേണ്ടി കൂടി ജീവിക്കാൻ സമയം കണ്ടെത്തുക. നിങ്ങൾക്ക് ഒരാളുടെ മനസ്സ് അറിയണമെങ്കിൽ അയാളുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. അവരുടെ ഹൃദയം അറിയണമെങ്കിൽ അവരുടെ പ്രവർത്തികൾ ശ്രദ്ധിക്കുക. കാരണങ്ങൾ ഇല്ലാതെ പോലും ചിലർ നിങ്ങളെ അകറ്റുമ്പോൾ ഒന്നിനും ഒരു കാരണമാവാതെ തനിയെ നടന്നകലണം. ആവശ്യം കഴിഞ്ഞാൽ പലരും ഒരു അനാവശ്യമായി മാറും. ഭക്തരെ, ആരോടും അമിതമായി സ്നേഹമോ വാത്സല്യമോ കാണിക്കരുത്. കാരണം സൗജന്യമായി കിട്ടുന്നതെന്തും വില കുറച്ച് കാണുന്നത് മനുഷ്യൻ്റെ പ്രവണതയാണ്. കാഴ്ചയെ മനോഹരമാക്കുന്നത് കണ്ണുകളല്ല, അത് ഓരോരുത്തരുടെയും മനസ്സാണ്. നല്ലൊരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരുപാട് മനസ്സുകളിൽ നിങ്ങളുണ്ടാകും. സ്നേഹം നിങ്ങളെ ക്ഷമയുള്ളവനാക്കും. ദയ നിങ്ങളെ താഴ്മയുള്ളവനാക്കും. സത്യസന്ധത നിങ്ങളെ ആത്മധൈര്യമുള്ളവനാക്കും. ജീവിതത്തിൽ ഒരിക്കലും ആരുടെയും നന്മകൾ പാഴാവില്ല. അത് ഏതെങ്കിലും രൂപത്തിൽ നിങ്ങളിലേക്ക് തിരിച്ചെത്തും. ഭക്തരെ, ശത്രുവിൻ്റെ ചതി ക്ഷമിക്കാൻ കഴിയുന്നതാണെങ്കിൽ ക്ഷമിക്കുക. പക്ഷേ നിഴൽ പോലെ കൂടെ നടന്ന് സ്നേഹം നടിച്ചവരോട് ഒരിക്കലും ക്ഷമിക്കരുത്. അവർ ക്ഷമ അർഹിക്കുന്നില്ല. ഭക്തരെ, ഒരുപാട് തവണ വാക്കു തരുന്നവരെയും എപ്പോഴും സത്യം ചെയ്യുന്നവരെയും വിശ്വസിക്കരുത്. അത് പാലിക്കുന്നവരെന്നും വീണ്ടും വീണ്ടും പറഞ്ഞു നടക്കാറില്ല. നിങ്ങൾ ശരിയാണെങ്കിൽ ചില ആളുകൾ നിങ്ങളെ വെറുക്കും. കാരണം എല്ലാവർക്കും സത്യം സഹിക്കാൻ കഴിയില്ല. മറ്റുള്ളവരുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയാൻ നിങ്ങൾക്ക് ചിലപ്പോൾ കാലിടറേണ്ടി വരും. ഭക്തരെ, ജീവിതത്തിൽ തെറ്റുകളും അബദ്ധങ്ങളും സ്വാഭാവികമാണ്. അത് ന്യായീകരിക്കാൻ ശ്രമിക്കാതെ തിരുത്താൻ ശ്രമിക്കണം. ഭക്തരെ, ആരെയും വേദനിപ്പിക്കാതിരിക്കുക. ആ വേദനകൾ പ്രാർത്ഥനകളായി മാറുമ്പോൾ അതൊരു പക്ഷേ വേദനിപ്പിച്ചവർക്ക് ഒരു പരീക്ഷണമായി മാറിയേക്കാം. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.